മക്കൾ നമ്മൾ സഹജന്മാരും മണ്ണെല്ലാം നമ്മൾ എന്തെല്ലാം മണ്ണങ്ങൾ എന്തെല്ലാം ബന്ധങ്ങൾ ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ എന്തെല്ലാം മണ്ണങ്ങൾ എന്തെല്ലാം. ഇതൊരു വിശേഷപ്പെട്ട പരിപാടിയാണ്. ഇങ്ങോട്ട് ഇതൊരു പ്രിയമുള്ളവരെ, ഒന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളെങ്കിൽ നിശബ്ദത പാലിച്ചാൽ നന്നായി. പ്രിയമുള്ളവർ, ഇതൊരു വിശേഷപ്പെട്ട പരിപാടിയാണ്. മയക്കുമരുന്നിനെതിരെ സംഗീതയാത്ര. സ്പോർട്സാണ് ലഹരി, സംഗീതമാണ് ഉന്മാദം എന്ന പേരിൽ ഇവിടുത്തെ ഏറ്റവും പഴയ ബാസ്കറ്റ്ബോൾ ക്ലബുകളിൽ ഒന്നായിട്ടുള്ള PMC ഇന്റർനാഷണൽ നടത്തുന്ന സംഗീതയാത്ര. ഇതിനായി ഞങ്ങളോടൊപ്പം കൈകോർത്തിരിക്കുന്നത് കായിക ആരോഗ്യ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ടെലി ഫിറ്റ്നസ് യങ്സ്റ്റേഴ്സ്, ഇവിടെ ഹോക്കിയിൽ വലിയ പ്രതിഭകൾ തെളിയിച്ചിട്ടുള്ള UTSC, ഫുട്ബോളിലെ കുട്ടികളെ വാർത്തെടുക്കുന്ന റോബോസ് ഫുട്ബോൾ അക്കാദമി തുടങ്ങിയ ക്ലബുകളും കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി. സ്പോർട്സാണ് ലഹരി, സംഗീതമാണ് ഉന്മാദം എന്ന പരിപാടി നടത്തുന്നത്. ഇത് നടത്താൻ ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം. ഇന്ന് പൊതുവെ നമ്മുടെ യുവത്വം വലിയ രീതിയിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അതുകൊണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു വിഭാഗം ജനങ്ങൾ, വലിയ വിഭാഗം യുവത്വം അതിന് പുറകെ പോവാണ്. അത് മൊത്തം ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിപ്പം ഈ ആഴ്ച മാത്രം മയക്കുമരുന്നിന്
വേണ്ടി പിടിക്കപ്പെട്ടുള്ളത് 378 പേരാണ്. ഇത് ഒരാഴ്ചക്കകം ഇവിടുത്തെ എക്സൈസ് സംവിധാനം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വലിയ രീതിയിൽ കേരളത്തെ മയക്കുമരുന്നിന്റെ ഇത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ നശിക്കുകയാണ്. കുട്ടികളെ, രക്ഷിതാക്കളെയും ബന്ധുക്കളെയും എല്ലാം തന്നെ കൊല ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഈ ഒരു പരിപാടി. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നത് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കാണ്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സാണ് അവരുടെ ലഹരി. സ്പോർട്സ് ലഹരിയായി കണ്ടുകൊണ്ട് സ്പോർട്സിൽ നിന്ന് കിട്ടുന്ന ലഹരി അത് അവർ ലഹരിയായിട്ട് കാണുക, ഒരു മയക്കുമരുന്നിന് പകരം. അതേപോലെ തന്നെ സംഗീത കലാകാരന്മാർക്ക് സംഗീതത്തിൽ നിന്ന് കിട്ടുന്ന ഉന്മാദം അതൊരു സൂഫി അല്ലെങ്കിൽ ഭജന കവാലിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തരം ഉന്മാദം എന്ന പോലെ സംഗീതത്തിൽ നിന്ന് ഉന്മാദം കൊള്ളുക, അത് സ്പോർട്സിൽ നിന്ന് ലഹരി കൊള്ളുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റു രീതിയിൽ പല ഭാഗത്തും പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് PMS കൂടെ, ഇവിടുത്തെ ഏറ്റവും പഴയ ക്ലബ്ബാണ്, ഇവിടെ നിരവധി വർഷങ്ങളായിട്ട് നിലകൊള്ളുന്ന ക്ലബ്ബാണ് PMS. അതോടൊപ്പം തന്നെയാണ് മറ്റുള്ള ആളുകളും നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇന്ന് സംഗീതം അവതരിപ്പിക്കുന്നത് പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനായിട്ടുള്ള സലീമിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. സലീം ഇവിടെ സംഗീതം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ അബ്ബാസ് മാളിയക്കലാണ് തബല വായിക്കുന്നത്. അതുപോലെ പ്രശസ്തരായിട്ടുള്ള പല കായിക താരങ്ങളും പല സംഗീതജ്ഞരും ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ PMSന്റെ ഭാരവാഹികളെ, PMSന്റെ ജനറൽ ക്യാപ്റ്റനാണ് ഇവിടെ ഇരിക്കുന്ന അലി, അദ്ദേഹം ഉൾപ്പെടെയുള്ള മുഴുവൻ കായിക താരങ്ങളെയും നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന റോവേഴ്സിൻ്റെയും യങ്സ്റ്റേഴ്സിൻ്റെയും UTSCയുടെയും എല്ലാവരുടെയും ടെലിഫിറ്റ്നസിൻ്റെയും ഒക്കെ ഭാരവാഹികളെയും പ്രവർത്തകരെയും നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. സംഗീതജ്ഞരെയും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ ലഹരിക്കെതിരെയുള്ള പ്രതിരോധത്തിൽ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഇന്ന് ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നത്. നേരത്തെ എക്സൈസിൽ ജോയിന്റ് കമ്മീഷണർ പദവിയിൽ അലങ്കരിച്ചിരുന്ന മഹാവ്യക്തിത്വം ഇവിടെ എന്ത് സ്പോർട്സ് നടന്നു കഴിഞ്ഞാലും, ലഹരിക്കെതിരെയുള്ള എന്ത് പരിപാടി നടന്നാലും അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ തന്നെയുള്ള ശ്രീ സുരേഷ് സാറാണ് ഇന്ന് നമുക്ക് ഒരു ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നത്. അത് നൽകാൻ വേണ്ടി അദ്ദേഹത്തെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ടെലിഫിറ്റ്നസ് യങ്സ്റ്റേഴ്സ് റോവേഴ്സ് UTS ക്ലബിന്റെ ഭാരവാഹികൾ, പ്രിയമുള്ള നാട്ടുകാരെ, സ്പോർട്സ് പ്രേമികളെ, സംഗീത പ്രേമികളെ, PMSന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഒരു ലഹരിക്കെതിരായിട്ടുള്ള അതിനവീനവും നൂതനവുമായ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്പോർട്സാണ് ലഹരി, സംഗീതമാണ് ഉന്മാദം എന്ന ടാഗ് ലൈനോടുകൂടി ആ പരിപാടി ഇവിടെ ആവിഷ്കരിക്കുകയാണ്. നമുക്കറിയാം, സമീപകാലത്ത് നമ്മുടെ കേരളത്തിൽ വരുന്ന വിവിധങ്ങളായ വാർത്തകൾ, ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കേട്ട് നമ്മൾ ഞെട്ടുകയാണ്. കാരണം നമ്മുടെ സാക്ഷര കേരളത്തിൽ തന്നെയാണോ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്ന ഒരു ഞെട്ടലോടുകൂടിയാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്തകൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. അപ്പം ഈ ഓരോ വാർത്തകളുടെയും പിറകിൽ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലുള്ള ലഹരിയും ലഹരിയുടെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെതിരെ ശക്തമായ നടപടികൾ, ശക്തമായ ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോഴേക്കും അതിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് കലാലയങ്ങളിലും തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ഉപയോഗിക്കുന്ന ആളുകൾ, കൊണ്ടുകൊടുക്കുന്ന ആളുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മയക്കുമരുന്ന് കടത്തി സമ്പന്നരായ ആളുകൾ, വെറും സാമ്പത്തിക താല്പര്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന യാതൊരു തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകളുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെതിരായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്.
അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ അങ്ങനത്തോളം ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള വലിയ വലിയ രീതിയിലും വൈവിധ്യങ്ങളുമാർന്ന ബോധവൽക്കരണ പരിപാടികളും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോഴും ലഹരി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ലഹരി തടയണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ലഹരി തടയണം? ലഹരിയുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്? അത് ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികളോട് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അല്ലാതെ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകും, ഇതെന്താണ് സാധനം. അപ്പം അതുകൊണ്ട് ഈ ലഹരി എന്താണെന്നും ആ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണെന്നും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെയാണ് നമ്മുടെ വിജയം കൈവരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടി നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പം അവൻ സ്വാഭാവികമായിട്ടും നല്ല സ്വഭാവമുള്ള അച്ചടക്കശീലമുള്ള അനുസരണശീലമുള്ള കുട്ടിയാണ്. അവൻ ഒരിക്കലും തന്നെ ഇത്തരം ലഹരി വസ്തുക്കളിലേക്ക് അടിമപ്പെട്ടു പോകില്ല എന്ന ഒരു ധാരണ പലപ്പോഴും നമുക്കുണ്ടാവാം. പക്ഷേ അവൻ സമൂഹത്തിലേക്കാണ് ഇറങ്ങുന്നത്. സമൂഹത്തിലുള്ള വിവിധ വ്യക്തികളുമായിട്ടാണ് അവൻ ഇടപഴകുന്നത്. സമൂഹത്തിലെ ക്രിമിനലുകളുമായി ഒരുപക്ഷെ അവന് ബന്ധപ്പെടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ കുറിച്ച് കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള കൃത്യമായ ഒരു ധാരണയും നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 10 മതി. ഒരാളെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവൻ വായിച്ച പുസ്തകം എന്താണെന്ന് നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ അവന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവൻ എത്ര സമയത്താണ് വീട്ടിൽ വരുന്നത്, അവനെന്ന് മാത്രമല്ല അവൾ എന്നും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. പഠനത്തിൽ പിന്നോക്കം പോകുന്നുണ്ടോ, ഇതുവരെ നന്നായി പരീക്ഷകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടി ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോഴേക്കും മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.